ഇനി നമ്മുടെ സഭയോട് സഭയോട് എഴുതുവാനുള്ള കാലത്തോളം ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഇന്നത്തെ യോഗം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കർത്തവ്യം ഉദ്ഘാടന പ്രസംഗമാണ്. കൂടുതലായിട്ട് സംസാരിക്കാൻ ഇപ്പോൾ ശാരീരികമായ സ്ഥിതി അനുവദിക്കാത്തതിനാൽ എൻ്റെ പ്രസംഗം ഞാനിവിടെ കുറിച്ചിട്ടുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി അവരുടെ ഉദ്ഘാടന പ്രസംഗം വിശ്വാസികളായ ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രത്യാശയോടെ, ആവേശത്തോടെ, ആഹ്ലാദത്തോടെ വിനയപൂർവ്വം കൈമാറും. കർത്താവ് നമ്മുടെ സഹോദരനും പിൻഗാമിയും അസിസ്റ്റന്റുമായ ശ്രേഷ്ഠ നീക്കകാതിരിക്ക പൗലോസ് മാർ മെലിത്യോസ് തിരുമേനി, അഭ്യന്തരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വൈദിക ട്രസ്റ്റി കോനാട്ട് ഡോക്ടർ ജോൺസ് എബ്രഹാം കത്തനാർ, അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂർ, അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ബഹുമാനരായ ഓർഗസ്കോപ്പന്മാരെ, റംബാച്ചന്മാരെ, സ്നേഹമുള്ള വൈദികരെ, കന്യാസ്ത്രീകളെ, വിശുദ്ധ മാർത്തോമാസ്ലിഹായാൽ ക്രിസ്തുയേശുവിൽ രക്ഷിതരും വീണ്ടെടുക്കപ്പെട്ട ജനവുമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അരുണസന്താനങ്ങളായ നമ്മുടെ വാത്സല്യ മക്കളെ, ഇന്നയോളമുള്ള നമ്മുടെ ഭരണകാലത്ത് ഇത്ര വലിയൊരു ജനാവലിയെ നാം കണ്ടിട്ടില്ല. വ്യക്തിപരമായി നാം ബലഹീനരെങ്കിലും മക്കളെ, നിങ്ങളുടെ മഹത്തായ ഈ ശക്തിയിലും വിശ്വാസധീരതയിലും പരിശുദ്ധ സഭയോടുള്ള ഭക്തിയിലും കൂറിലും നാം അഭിമാനം കൊള്ളുകയും അതിശക്തനെന്ന് നമ്മെ തന്നെ നാം കാണുകയും ചെയ്യുന്നു. ക്ലേശങ്ങളും ദുരിതങ്ങളും സഹിച്ച് നമ്മുടെ ആഹ്വാനം ശിരസ വഹിച്ച് ഇവിടെ സമ്മാനിച്ച നിങ്ങളുടെ സ്നേഹത്തിലും കൂടുതലും നാം അഭിമാനം കൊണ്ട് ഭാഗ്യവാനെന്ന് നമ്മെക്കുറിച്ച് തന്നെ പറയുന്നു. ഇത് നമ്മുടെ ഭാഗ്യമല്ല, പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മഹാഭാഗ്യമാവുന്നു. അതിപുരാതനമായ ഈ സഭയുടെ മഹത്വം കിരീടവും മക്കളെ നിങ്ങളല്ലാതെ മറ്റാരുമല്ല. സ്വർഗത്തിലെ ദൈവവും മാലാഖമാരും പരിശുദ്ധന്മാരും ശുദ്ധിമതികളും വിശേഷാൽ നമ്മുടെ പിതാവായ പരിശുദ്ധനായ മാർത്തോമാസ്ലിഹായെ ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി അക്ഷീണം അധ്വാനിച്ച അർക്കദ്യോക്കന്മാരും മാർത്തോമാ പ്രധാനന്മാരും ഭാഗ്യവാന്മാരായ പരിശുദ്ധനായ പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനി, പരിശുദ്ധനായ വടശ്ശേരി തിരുവനാർശേഷ് പിതാവും, നമ്മുടെ മുൻഗാമികളായ പൗരസ്ത്യ സ്വൈര്യ സിംഹാസനത്തെ അലങ്കരിച്ച പരിശുദ്ധ കാതോലിക്കന്മാരും നമ്മുടെ പൂർവ്വപിതാക്കളും മാതാക്കളും സഹോദരങ്ങളുമായ സകല വാങ്ങിപ്പോരും ഇപ്പോൾ സന്തോഷിക്കുകയാണ്. മലങ്കര സഭയെ നീ ഭാഗ്യവതിയാവുന്നു, മാർത്തോമാ പൈതൃകമേ നീ ധന്യവതിയാവുന്നു. എന്നതാൽ നിന്റെ മക്കൾ ധീരരും യോഗ്യരും വിശുദ്ധരുമാവുന്നു. കാറ്റുകൾ ഏറെ വീശിയിട്ടും ഓളങ്ങൾ അനവധി ഉയർന്നിട്ട് മലങ്കര സഭയെ നിന്നെ തകർക്കുവാൻ ആർക്കും സാധ്യമായില്ല. നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നിന്നെ ചിതറിക്കുവാൻ ഒരു ശക്തിയെയും അനുവദിക്കുകയുമില്ല. വാത്സല്യ മക്കളെ, വിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ പൗരാണിക സഭ നേരിട്ടിട്ടുള്ളതുപോലെ വൈദേശിക ഭീഷണികളും പ്രതിസന്ധികളും മറ്റൊരു സഭയും ഒരുപക്ഷെ നേരിട്ടിട്ടില്ലെന്ന് നാം കരുതുന്നു. സഭയുടെ സ്വാതന്ത്ര്യവും തദ്ദേശീയതയും കാത്തുസൂക്ഷിക്കുവാൻ സ്വജീവനായി പരിഗണിച്ച വിശ്വാസധീരരായ സഭാമക്കളും പിതാക്കന്മാരും അനവധിയാകുന്നു.
മലങ്കര ഓർത്തഡോക്സ് സഭ ഭാരതമണ്ണിൽ രൂപം കൊണ്ട സ്വതന്ത്ര സഭയാണ്. യൂറോപ്പിലും അമേരിക്കയിലും ക്രിസ്തീയ സഭ രൂപം കൊള്ളുന്നതിന് എത്രയോ മുമ്പ് തന്നെ ആഴ്ചഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസം വിലക്കപ്പെട്ടു എന്നുള്ളത് എക്കാലവും നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതിയാവും. പൗരസ്ത്യ ക്രൈസ്തവ ആധ്യാത്മിക ആരാധനാ പൈതൃകവും ആഴ്ചഭാരതീയ സംസ്കൃതി സമഞ്ജസമായി ഇതുപോലെ സമ്മേളിച്ച മറ്റൊരു ക്രൈസ്തവ സമൂഹം ഭാരതത്തിലില്ലെന്ന് ധൈര്യപൂർവ്വം പറയുവാൻ നമുക്ക് സാധിക്കും. ചരിത്ര പ്രസിദ്ധമായ 1653 കൊലംബസ് സത്യത്തിലൂടെ അരക്കിട്ടോർപ്പിച്ച സ്വാതന്ത്ര്യം ഒരു വലിയ ശക്തിക്കും അടിയറവെക്കുകയില്ലെന്ന് ഈ ജനാവലിയെ സാക്ഷി നിർത്തി നാം വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കും. വാത്സല്യമുള്ളവരെ, മലങ്കര ഓർത്തഡോക്സ് ചരിത്രപരമായ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ആത്മീയവും ഭൗതികവുമായ കർമാധികാരം ഈ സഭയുടെ അതാത് കാലഘട്ടത്തിലെ പ്രാപ്തിമാരുടെ കരങ്ങളിൽ തന്നെയായിരുന്നു. ജാതിക്ക് കർത്തവ്യനം, അർഹതയാക്കണം, മാർത്തോമാമസ്ഥാനം, മലങ്കര പത്രാക്കാരും പൗരസ്ത്യ കാതോലിക്കായും ചരിത്രപരമായ ഈ സഭയുടെ വളർച്ചയുടെ സുപ്രധാന സ്ഥാനികളായിരുന്നു. 1912 കാതോലിക്കയ്ക്ക് സ്ഥാപിക്കപ്പെടുകയും 1934 അതിശക്തമായ ഒരു ഭരണഘടന നിർമ്മിക്കപ്പെട്ട് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തതുവഴി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിർദ്ദേശീയ സ്വഭാവവും സ്വാതന്ത്ര്യവും സ്വശിഷ്ടത്വവും തകർക്കുവാൻ കഴിയാത്ത കോട്ടകൾ പോലെയാണ്. ഭാരതത്തിലെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സുപ്രസിദ്ധമായ 1995 വിധിയിലൂടെ പൗരസ്ത്യ കാതോലിക്കയ്ക്ക് ആർക്കും ചോദ്യം ചെയ്യപ്പെടുവാൻ സാധിക്കാത്ത അധികാര കേന്ദ്രമായിത്തീർന്നു. 1934 മലങ്കര ഓർത്തഡോക്സ് സഭ ഭരണഘടന മലങ്കര സഭയിലെ എല്ലാ ഇടവുകൾക്കും എല്ലാ ദേവാലയങ്ങൾക്കുമുള്ള നിയമസംഹിതയായിത്തീർന്നു. പൗരസ്ത്യ കാതോലിക്കയ്ക്ക് പങ്കുവയ്ക്കപ്പെടാവുന്ന അധികാര കേന്ദ്രമല്ല. പൗരസ്ത്യ കാതോലിക്കയ്ക്ക് പങ്കുവയ്ക്കപ്പെടാവുന്ന അധികാര കേന്ദ്രമല്ല. പൗരസ്ത്യ കാതോലിക്കയ്ക്ക് പങ്കുവയ്ക്കപ്പെടാവുന്ന അധികാര കേന്ദ്രമല്ല. റോമിലെ സിംഹാസനവും അന്ത്യോക്യയിലെ സിംഹാസനവും അലക്സാണ്ട്രിയയിലെ സിംഹാസനവും ക്രൈസ്തവ സഭയിലെ മറ്റേത് പൗരാണിക സിംഹാസനവും പോലെ സ്വതന്ത്രവും വിശുദ്ധവുമായ അധികാര കേന്ദ്രമാണ് പൗരസ്ത്യ കാതോലിക്ക. പൗരസ്ത്യ കാതോലിക്കകൾ സർവശക്തനായ ദൈവം തമ്പുരാൻ അല്ലാതെ മറ്റൊരു സ്ഥാനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാതോലിക്ക പൗരസ്ത്യ കാതോലിക്ക അല്ല. പൗരസ്ത്യ കാതോലിക്ക കൂടെ ഒന്നേ ഉള്ളൂ. മാർത്തോമാരുടെ സ്വൈക സിംഹാസനത്തിന്റെ ഏകവും പൂർണ്ണവുമായ കാതോലിക്ക. ദൈവക്ഷതാൽ നാം ഇപ്പോൾ ആ സിംഹാസനത്തിന്റെ ഒരേ ഒരു അവകാശിയായി പരിശുദ്ധ സഭയിൽ ദൈവത്തിന്റെ ജനാധിപത്യം ഒരുപോലെ സമ്മേളിക്കുന്ന ഈ സഭയെ തളർത്തുവാനും ഒരു ശക്തിക്കും ഒരു നാളും സാധ്യമല്ല. നമ്മുടെ വാത്സല്യ മക്കളെ, മലങ്കര സഭയെ കാലവും സമാധാനത്തിൽ തുടരുന്ന സഭയാണ്. ഈ സഭ ഒരുനാളും ആത്മീയതയും അക്രമ മാർഗവും സ്വീകരിച്ചിട്ടില്ല. മാനുഷികമായ തർക്കങ്ങളും ഭിന്നതകളും എടുത്തപ്പോഴൊക്കെ രാഷ്ട്രത്തിലെ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം നീതിപീഠങ്ങളെ സമീപിക്കുകയും നീതിപീഠങ്ങൾ നൽകിയ വിധി തീർപ്പുകളെ ശിരസാവഹിക്കുകയും ചെയ്തിരുന്നു. അതിമഹത്തായ ജനാധിപത്യ വ്യവസ്ഥയും നിയമവാഴ്ചയും നിലനിൽക്കുന്ന ഭാരതത്തിന്റെ അതിപുരാതനവും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭ ഇന്നുവരെ ബഹുമാനപ്പെട്ട കോടതികളുടെ തീർപ്പുകളെ സ്വീകരിച്ചിട്ടില്ല. പൂർണ്ണമായും തദ്ദേശീയമായി സഭയ്ക്ക് തന്നെ കഴിയുകയുമില്ല. എന്നാൽ മക്കളെ, നിർഭാഗ്യവശാൽ നിയമവ്യവസ്ഥയിൽ നടപ്പിലാക്കുവാൻ ചുമതലപ്പെട്ടവർ അതിന് തയ്യാറാവുന്നില്ലെന്നുള്ളത് ഖേദകരമായ സംഗതിയാവുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും കെട്ടുറക്കണം എന്ന ഭീഷണിയാണെന്ന് നാം കരുതുന്നു. എങ്കിൽ സഭയ്ക്ക് അർഹമായ നീതി നടപ്പിലാക്കി കിട്ടും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. വാത്സല്യ മക്കളെ, നമ്മുടെ വാക്കുകൾ നാം ഉപസംഹരിക്കുകയാണ്. അക്ഷരത്തോടെ ഈ മഹാസമ്മേളനത്തിന് പൂർണ്ണ വിജയത്തിനായി നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സഹകരിക്കണം. സമ്മേളനാനന്തരം ശാന്തമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങണം. മലങ്കര സഭയുടെ യശസ്സിന് കോട്ടം വരുത്തുന്ന യാതൊന്നും നിങ്ങൾ പ്രവർത്തിക്കരുത്.
നമ്മുടെ വാർത്തയുടെ സന്തോഷവും അഭിമാനവും നിങ്ങൾ ഓരോരുത്തരുമാകുന്നു. ദൈവം ബാക്കിയുള്ള കണ്ണീരോടുകൂടിയ പ്രാർത്ഥന അല്ലാതെ മക്കളെ നിങ്ങൾക്ക് തരുവാൻ നമുക്ക് മറ്റൊന്നും ഇല്ല. ഇതുപോലൊരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഇത് നമുക്ക് സാധിക്കുമെന്ന് കരുതുന്നില്ല. എന്നാൽ നാം സന്തോഷവാനാണ്. മക്കളെ ജീവനേക്കാൾ കൂടുതൽ പരിശുദ്ധ സഭയെ നിങ്ങൾ സ്നേഹിക്കണം. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും ഭാരത മഹാരാജ്യത്തിന് വേണ്ടിയും നിങ്ങൾ ഒട്ടുമായി പ്രാർത്ഥിക്കണം. നമ്മുടെ പിൻഗാമിയും അസിസ്റ്റന്റുമായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പൗലോസ് മാർ തിരുത്തിവസിലാവുന്ന നമുക്കെന്നതുപോലെ പൂർണ്ണത നിങ്ങൾ നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെയും സന്യാസികളെ നിങ്ങൾ സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തിലെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോട് സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് അതിജീവിച്ചും 21-ാം നൂറ്റാണ്ടിൽ എത്തിയിരിക്കുന്നു. കാലത്തിന്റെ ചുവരെഴുത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ ആത്മീയവും സേവനപരവുമായ പദ്ധതികൾ മലങ്കര സഭയിൽ പ്രാവർത്തികമാക്കുന്നതിന് പരിശുദ്ധാത്മകൃപയിൽ പരിമല അസോസിയേഷൻ തെരഞ്ഞെടുത്ത ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക ബാവ അഭിവന്ദ്യ പൗലോസ് മാർ മിലിത്തിയോസ് മെത്രാപ്പോലീത്തായെ അധ്യക്ഷ പ്രസംഗത്തിനായി ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിയന്നരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട സ്ഥാനികളെ, ആശംസാ പ്രസംഗകരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സന്യാസിനി സഹോദരികളെ, മലങ്കര സഭയുടെ അഭിമാനികളായ അരുമസന്താനങ്ങളെ, ഇന്നേ ദിവസം മലങ്കര സഭയുടെ മക്കളെ ഇവിടെ വിളിച്ചു കൂട്ടുവാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പരിശുദ്ധ ബാവാ തിരുമേനിയും യുവരക്തത്തിന്റെ ഉടമയുമായിരിക്കുന്ന അസോസിയേഷൻ സെക്രട്ടറിയും നിങ്ങളെ കാര്യങ്ങൾ വ്യക്തമായി ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സമ്മേളന നഗരിയിലേക്ക് ഇപ്പോഴും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സമ്മേളന റാലി എവിടെ നിന്ന് ആരംഭിച്ചുവോ അവിടെ നിന്ന് ഇപ്പോഴും പൂർണ്ണമായി അവർ പുറപ്പെട്ടിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കുമ്പോഴാണ് മലങ്കര സഭയുടെ ശക്തി എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഭരണകൂടത്തിലെ മലങ്കരയുടെ ശക്തി എത്രമാത്രം വലുതാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇത്തരത്തിലെങ്കിലും മലങ്കര സഭ ദുർബലയല്ല. ഒരു ആവശ്യ സന്ദർഭം വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും ആ സഭയുടെ സ്വാതന്ത്ര്യത്തിനും നീതിനിഷേധ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടവരുതി അതിന്റെ എല്ലാ ഉടമസ്ഥാവകാശവും സംരക്ഷിക്കുമെന്ന് തീർച്ചയാക്കാവുന്ന ഒരു മഹാസമ്മേളനമാണിത്. മലങ്കര സഭയുടെ പേര് പറയുമ്പോൾ നാം അഭിമാനം കൊണ്ട് പുളയുകയാണ്. ഈ ഭാരതത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആധ്യാത്മിക മണ്ഡലത്തിലായാലും രാഷ്ട്രീയ മണ്ഡലത്തിലായാലും വിദേശ രാജ്യത്ത് നിന്ന് ആരെങ്കിലും ഇവിടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഈ രാജ്യത്ത് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുള്ളവരാണ്. ആത്മീയ മണ്ഡലത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വിദേശീയ മെത്രാപ്പോലീത്തന്മാരെ ഇവിടെയുള്ള മലങ്കര സഭയുടെ മക്കളെ പരസ്പരം കലഹിപ്പിച്ച് അധികാരം കൈക്കലാക്കി ഈ മലങ്കര സഭയെ ദുർബലപ്പെടുത്തിയിട്ടുള്ള ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല
നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം പരിശോധിച്ചാലും വിദേശത്ത് നിന്ന് ഇവിടെ ആരെങ്കിലും കടന്നു വരുമ്പോൾ അവർ വ്യാപാരത്തിനും വ്യവസായത്തിനുമാണെന്ന് പറഞ്ഞു വന്നാലും പിന്നീട് ഈ രാജ്യത്തിന്റെ അധികാരം മുഴുവനും കൈക്കലാക്കുന്ന ഒരു ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായിരുന്നാലും മലങ്കര സഭയെ അവഹേളിക്കുവാനോ അവഗണിക്കുവാനോ ഇതിന്റെ ഉടമസ്ഥതയെ പിടിച്ചു പറിക്കുവാനോ ഒരൊറ്റ വ്യക്തിയെയും മലങ്കര സഭ അനുവദിക്കുകയില്ല എന്ന് ഉച്ചൈസ്വരം വിളിച്ചു പറയാനുള്ള പലപ്പോഴും ഗവൺമെന്റിന്റെ മുൻപിൽ നാം ഇന്ന് നീതിക്ക് വേണ്ടി പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ അവർ നമ്മെ സ്വാന്തനിപ്പിക്കുന്ന സമാധാനപ്പെട്ട ചില വാക്കുകളുണ്ട്. നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ സമാധാനസ്ഥരാണ്, നിങ്ങൾ മര്യാദക്കാരാണ്. എനിക്ക് ഗവൺമെന്റിനോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് ആരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. മലങ്കര സഭയുടെ മാനം രക്ഷിക്കുവാൻ മലങ്കര സഭയുടെ മക്കൾക്ക് കഴിവുണ്ട്, കരുത്തുണ്ട് എന്ന് ഇത്തരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മലങ്കര സഭയുടെ സ്വത്തുക്കൾ ആർക്കും വിട്ടുകൊടുക്കുവാനുള്ളതല്ല. മലങ്കര സഭയുടെ പള്ളികൾ കവർന്നെടുക്കുവാൻ ആരെയും അനുവദിക്കുകയില്ല. അതിന് എത്രമാത്രം പീഡനങ്ങളോ എന്തെല്ലാം പ്രതിസന്ധികളോ അനുഭവിക്കേണ്ടി വന്നാലും മലങ്കരയുടെ സഭയുടെ മക്കൾ ഒരിക്കലും അത് സഹിച്ചിരിക്കുമെന്ന് ഒരിക്കലും കരുതരുത്. അത് അപ്രകാരം മലങ്കര സഭയുടെ മക്കൾ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് ആ സന്ദേശം ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുവാനാണ് ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. പരിശുദ്ധ മാമാദേവിയുടെ ഒരു കൽപ്പന കേവലം 14 ദിവസങ്ങൾക്ക് മുൻപ് മലങ്കര സഭയുടെ വിശ്വാസികൾ കേട്ടപ്പോഴ് മനസ്സിലാക്കിയപ്പോഴ് അവർ ഒഴുകി വരികയാണ്. അമേരിക്കയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഈ സമ്മേളനം എങ്ങനെയാണ് നടക്കുന്നത്, എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് മലങ്കര സഭയ്ക്ക് വേണ്ടി ജയ് വിളിക്കുകയാണ് എന്ന് അവിടെയുള്ള മലങ്കര സഭയുടെ അഭിമാനികളായ ഓമന സന്താനങ്ങൾ പറയുമ്പോൾ പരിശുദ്ധ കാതോലിക്ക മാതാ തിരുമേനി അങ്ങ് ധീരതയോടെ ഈ സഭയ്ക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ മലങ്കര സഭയുടെ സകല ഉടമസ്ഥതാവകാശം സ്വീകരിച്ചുകൊണ്ട് 1934 ഭരണഘടനയ്ക്ക് വിധേയമായ പള്ളികളോ ഏതെങ്കിലും സ്ഥാപനങ്ങളോ അത് മലങ്കര സഭയുടേത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉച്ചൈസ്വരം വിളിച്ചു പറഞ്ഞ് ആ വിധത്തിലേക്ക് മുന്നോട്ട് പോകാം. ഏത് രാജ്യത്ത് നിന്നും ഇവിടേക്ക് കടന്നു വരുവാൻ മലങ്കര സഭയുടെ മക്കൾ തയ്യാറാണ്. പലരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ കടന്നു വന്നിട്ടുള്ള മക്കൾ അക്കാര്യം അങ്ങയോട് പരിശുദ്ധ മാതാതിരുമേനിയോട് അടിയറ വെച്ച് വിളിച്ചു പറയുവാനായിട്ടാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മലങ്കര സഭയെ ഏതു വിധത്തിലും ചവിട്ടി വലിക്കാമെന്ന് ഏതെങ്കിലും ക്രിസ്തീയ ആ സഭയുടെ പ്രത്യേകിച്ച് യാക്കോബായ സഭയിലെ മേലധ്യക്ഷന്മാരോ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടം ആഗ്രഹിക്കുന്ന മേലധ്യക്ഷന്മാരോ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പല്ല. കേരളത്തിലെ ഒരു മതമാധ്യക്ഷന്റെ വായിൽ നിന്നും പുറപ്പെടാത്ത വാക്കുകളാണ് യാക്കോബായ സഭയുടെ മേലധ്യക്ഷന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ പരിശുദ്ധമായ തിരുമേനി പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് തന്നെ സങ്കടം പകരുമ്പോൾ തന്റെ ഓമന മക്കൾ ആ പിതാവിന്റെ ഇംഗിതം മനസ്സിലാക്കി പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പരിശുദ്ധ സഭയുടെ അഭിമാനത്തിന് വേണ്ടി ജീവൻ പണയം വയ്ക്കുവാൻ തയ്യാറാണെന്നുള്ള കാര്യം ഇത്തരത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിത് അധ്യക്ഷ പ്രസംഗത്തിലൂടെ ദീർഘിപ്പിക്കുന്നില്ല. കാര്യങ്ങളുടെ പൊരുളെന്താണെന്നുള്ളത് നിങ്ങൾ ഈ തരുണത്തിൽ ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. മലങ്കര സഭയുടെ നിർണായകമായ ഘട്ടത്തിൽ മലങ്കര സഭയ്ക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കുവാൻ സന്നദ്ധതയുള്ള മലങ്കര സഭയുടെ മക്കളാണ് മലങ്കര സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. നമുക്ക് ആരുടെയും ഒന്നും പിടിച്ചു പറിക്കേണ്ടതില്ല.
ഒരു വഴിയും കയ്യേറേണ്ടതില്ല. നീതി നിഷേധം അത് ഇനി അനുവദിക്കുകയില്ല എന്ന് ഇത്തരണത്തിലെ ഉച്ചയിത്തരം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകളുടെ ചുരുക്കട്ടെ. ഇപ്പോഴും ആരംഭിച്ചിടത്ത് തന്നെയാണ് നമ്മുടെ മഹാജനം നിറഞ്ഞു നിൽക്കുന്നത്. അവരെ ഒഴുകി 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 വരികയാണ്. അതുകൊണ്ട് ഈ സമ്മേളനം മുഖാന്തരമായി പല സന്ദേശങ്ങളും ബന്ധപ്പെട്ടവർക്ക് ലഭിക്കാൻ ഇടയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇനിയും ചിലപ്പോൾ നിങ്ങളെ വിളിക്കേണ്ടി വരും. അങ്ങനെ വിളിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഇനിയും സമ്മേളിക്കേണ്ടി വരും. കാരണം നീതി നിഷേധം എവിടെ ഉണ്ടാകുന്നുവോ അവിടേക്ക് ഒഴുകിയെത്തുവാൻ തക്കവണ്ണം നിങ്ങൾ മലകർത്തവയ്ക്ക് വേണ്ടി ഏതൊക്കെ വരെ കടന്നു വരാൻ തയ്യാറാകണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നിങ്ങളെ കണ്ടുകൊക്കെ കാണുമ്പോൾ പരിശുദ്ധ മാമാതിരിനെയും അതുപോലെ തന്നെ പരിശുദ്ധ സഭയും അഭിമാന പുളകിതരാകുകയാണ്. മലകര സഹോദരിക്കും ദുർബലയല്ല. അതിന്റെ ഒരു ഇഞ്ച് മണ്ണ് പോലും ഒരൊറ്റ വ്യക്തിക്കും അത് വിട്ടുകൊടുക്കുകയോ ആരെങ്കിലും അത് കവർച്ച ചെയ്യുകയോ ചെയ്യുവാൻ അനുവദിക്കുന്നതല്ല എന്ന് ഉച്ചയിത്തരം മുൻഘോഷിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇനി ഇറങ്ങി വരുന്നവർക്ക് സ്ഥല സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ കയറി വന്ന കോളേജിന്റെ മുഖ്യ പ്രവേശന കവാടം വഴിയല്ല. 2 എക്സിറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാലും കാണാം. വലിയ ചുവന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദയവായി വന്ന വഴിയെ തിരികെ പോയി തിക്കും തിരക്കും ഉണ്ടാക്കരുത്. ഈ 2 എക്സിറ്റ് പോയിന്റുകൾ വഴി മാത്രമേ പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. ഈ സമ്മേളനം സംഘടിപ്പിക്കുവാൻ വിവിധ